സ്റ്റുഡിയോയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി കഴിഞ്ഞ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. ആഹ്വാനം തള്ളി സ്റ്റുഡിയോയിലേക്ക് ഇരച്ചു കയറി ബിജെപിയുടെ പിന്തുണ. വസ്ത്രവ്യാപാര സ്ഥാപനമായ സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനത്തിനെതിരെ ബിജെപി രംഗത്തെത്തിയതോടെ വിവാദം കനക്കുകയാണ്. ഗാസയിലെ മനുഷ്യക്കുരുതിക്ക് കാരണക്കാരായ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കണമെന്നാണ് SIO പറയുന്നത്. എന്നാൽ ഗാസയെ കാണുന്നവർ പഹൽഗാമിനെ കാണാതെ പോകുന്നുവെന്നാണ് ബിജെപിയുടെ മറുപടി. സമൂഹമാധ്യമങ്ങളിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതീകാത്മക സമരമെന്നാണ് SIO സ്റ്റുഡിയോ ബഹിഷ്കരണത്തെക്കുറിച്ച് പറയുന്നത്. ബക്രീദ് വിപണിയാണ് ബഹിഷ്കരണക്കാർ ലക്ഷ്യം വെച്ചത്. വിപണി സജീവമാകുന്ന ഉത്സവ സീസണിൽ ഇത്തരം ബഹിഷ്കരണാഹ്വാനം സാധാരണമല്ല. സ്റ്റുഡിയോ മാത്രമല്ല, ഇസ്രായേലുമായി സഹകരിക്കുന്ന മുൻനിര ബ്രാൻഡുകളെ പലതിനെയും ബഹിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. ബഹിഷ്കരണാഹ്വാനത്തിന് പിന്നാലെ സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് SIOയുടെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. അഡിഡാസ്, H&M, ടോമി ഹിൽഫിഗർ, ടോം ഫോർഡ്, സ്കെച്ചേഴ്സ് തുടങ്ങിയവയൊക്കെ ബഹിഷ്കരണ പട്ടികയിലുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കത്തെ എതിർത്ത് സംഘപരിവാർ അനുകൂല സംഘടനകൾ രംഗത്തെത്തി. ഗാസയിലെ മനുഷ്യക്കുരുതിയെ കാണുന്നവർ പഹൽഗാമിലെ ഭീകരാക്രമണം കണ്ടില്ലെന്നാണ് മുഖ്യ വിമർശനം. മാത്രമല്ല, ഇസ്രായേലിനെ സമ്പൂർണ്ണമായി ബഹിഷ്കരിക്കണമെങ്കിൽ സമൂഹ മാധ്യമങ്ങളും വിമാന സർവീസും ഉൾപ്പെടെ പലതും ബഹിഷ്കരിക്കേണ്ടി വരുമെന്നും പല കോണുകളിൽ നിന്നായി വിമർശനമുയരുന്നു. ഒരു ഭാഗത്ത് ബഹിഷ്കരണ ആഹ്വാനവും മറുഭാഗത്ത് സേവ് സ്റ്റുഡിയോ ക്യാമ്പയിനും സജീവമായി. വിലക്കുറവിൽ സാധാരണക്കാർക്ക് വസ്ത്രമെത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ സ്റ്റുഡിയോ സ്റ്റോറുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇന്ത്യൻ വിപണിയിൽ ലഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അടുത്ത കാലത്തായി സ്റ്റുഡിയോ വിപണിയിൽ തരംഗമുണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ബഹിഷ്കരണാഹ്വാനം ശ്രദ്ധേയമാകുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ കാലത്ത് ഇതിന് സമാനമായ ബഹിഷ്കരണ നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ മറ്റു ബ്രാൻഡുകളെ മാറ്റി നിർത്തി ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റുഡിയോയെ മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അപ്പോൾ അതാണ് കാര്യം. സ്റ്റുഡിയോയുടെ ഒരു ഉൽപ്പന്നമെങ്കിലും കയ്യിലില്ലാത്തവരുണ്ടാകും. അതല്ല, സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കുമ്പോൾ ടാറ്റയെ ബഹിഷ്കരിക്കണ്ടേ? ടാറ്റയെ ബഹിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് ബഹിഷ്കരിക്കുന്നവരൊന്ന് ഓർത്താൽ നന്നായിരിക്കും.